മഞ്ചേശ്വരം മണ്ഡലത്തിലെ കർണാടക അതിർത്തി മുതൽ മൊഗ്രാൽ വരെയുള്ള തീരദേശങ്ങളിലെ അതീവ രൂക്ഷമായ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിലേക്ക് NCCR പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകബാങ്ക് ധനസഹായ പദ്ധതിയിലും മിഷൻ ഡയറക്ടറേറ്റിൻ്റെ പരിധിയിലും മണ്ഡലത്തെ ഉൾപ്പെടുത്തി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും നീളമേറിയ തീരദേശമാണുള്ളത്. ഇവിടെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളാണ് കൂടുതലായും താമസിക്കുന്നത്. മഞ്ചേശ്വരത്തെ കൺവത്തീർത്ത, മൂസോടി, ഉപ്പള, ശാരദാനഗർ, ഹനുമാൻ നഗർ, പെരിങ്ങടി, ഷിറിയ, കുമ്പള, കോയിപ്പാടി, കടപ്പുറം, പെറുവാട്, കടപ്പുറം, മൊഗ്രാൽ, കൊപ്പളം തുടങ്ങിയ തീരദേശ മേഖലകളിൽ നിലവിൽ കടലാക്രമണം അഭൂതപൂർവമായ രീതിയിൽ രൂക്ഷമായിരിക്കുകയാണ്. മുൻകാലങ്ങളിലുണ്ടായ കടൽക്ഷോഭങ്ങളിൽ നിരവധി വീടുകളും ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിനകം തന്നെ കടലെടുത്തു പോയിട്ടുണ്ട്. നിലവിലും ഒട്ടനവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. സർവസ്വവും നഷ്ടപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭ്യമാകാതെ തുച്ഛമായ ധനസഹായത്തിനായി ഇവർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ തികച്ചും ദയനീയമാണ്. കടൽക്ഷോഭം തടയുന്ന നിലവിൽ കോടികൾ ചെലവിട്ട് ജിയോ ബാഗ് ഉപയോഗിച്ച് നടത്തുന്ന താൽക്കാലിക സംവിധാനങ്ങളും മുൻകാലങ്ങളിലെ കടൽ ഭിത്തികളുടെ അറ്റകുറ്റപ്പണികളും ശക്തമായ കടൽക്ഷോഭത്തിൽ ഒരു വർഷം പോലും നിലനിൽക്കാതെ തകർന്നിരിക്കുകയാണ്. തീരദേശ മേഖലയിലെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി സർക്കാർ രൂപീകരിച്ച പ്രത്യേക മിഷൻ ഡയറക്ടറിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തര കേരളത്തിലേക്ക് വ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ലോകബാങ്കിൻ്റെ സഹായത്തോടുള്ള വലിയ തീരസംരക്ഷണ പദ്ധതിയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഈ പ്രദേശത്തെ ഉൾപ്പെടുത്താത്തതിനാൽ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. കൂടാതെ അതീവ രൂക്ഷമായ കടലാക്രമണം മൂലം മഞ്ചേശ്വരം മണ്ഡലത്തിലെ നിരവധി പ്രധാന തീരദേശ റോഡുകളാണ് പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ളതെന്നും ഇത് ജനങ്ങളുടെ യാത്രയും മത്സ്യബന്ധന മേഖലയും സ്തംഭിപ്പിച്ചിരിക്കുകയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. മാഡം, അതുകൊണ്ട് മഞ്ചേശ്വരം തീരത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതി മനസ്സിലാക്കി ഒരു ശാശ്വത പരിഹാരം കാണുന്നതിനായി നാഷണൽ സെൻറ്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് NCCR പോലെയുള്ള പ്രമുഖ ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനങ്ങളെ കൊണ്ട് ഇവിടെ അടിയന്തരമായി പഠനം നടത്തി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ലോകബാങ്ക് ധനസഹായത്തോടെ തീരസംരക്ഷണ പദ്ധതിയിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ കൂടി അടിയന്തരമായി ഉൾപ്പെടുത്തണമെന്നും തീരസംരക്ഷണത്തിനായി രൂപീകരിച്ച മിഷൻ ഡയറക്ടറേറ്റും സർക്കാരിൻ്റെ ഇറിഗേഷൻ വകുപ്പും സംയുക്തമായി ഏകോപിപ്പിച്ചുകൊണ്ട് മഞ്ചേശ്വരം തീരത്ത് പുതിയ ആധുനിക സംവിധാനമായ ടെട്രോപാഡ് പോലെയുള്ള മികച്ച പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും തകർന്നുപോയ തീരദേശ റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി പ്രത്യേക പാക്കേജിലൂടെ അടിയന്തര ഫണ്ട് ലഭ്യമാക്കണമെന്നും അതോടൊപ്പം കടലാക്രമണത്തിൽ വീടുകളും ജീവനോപാധികളും നഷ്ടപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സമയബന്ധിതമായി കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഞാൻ കഴിഞ്ഞ ദിവസം ആ പ്രദേശം സന്ദർശിച്ചിരുന്നു. മഴക്കാലം വരുമ്പോൾ വലിയ ആശങ്കയിലാണ്. ബഹുമാന്യ മിനിസ്റ്റർ നേരിട്ട് ഒരു വിസിറ്റ് കൂടി മഞ്ചേശ്വരം മണ്ഡലത്തിലെ തീരദേശ മേഖലയിൽ നടത്തണമെന്ന് ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രി സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ AK അഷ്റഫ് ഉന്നയിച്ച മഞ്ചേശ്വരം മണ്ഡലത്തിലെ കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായ സ്ഥിതിയിൽ നിൽക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾക്ക് അനുഭാവപൂർവമായ പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും, വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ 24.50 കിലോമീറ്റർ തീരപ്രദേശമാണുള്ളത്. ഇതിൽ കണ്ണുതീർത്ത, മുസോടി, ഉപ്പള, ശാരദാനഗർ, ഹനുമാൻ നഗർ, പെരിങ്ങടി, ഷിറിയ, കുമ്പള, കോയിപ്പടി, പെറുവാട്, മൊഗ്രാൽ, കൊപ്പളം എന്ന് തുടങ്ങിയ കുറേയേറെ സ്ഥലങ്ങളുണ്ട്. സ്ഥലങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം നേരിടുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. സർ, ഇത് പല വിധത്തിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നിലവിൽ 4.30 കിലോമീറ്റർ തീരപ്രദേശം മാത്രമാണ് കടൽഭിത്തിയുള്ളത്. ഇതിൽ പല ഭാഗങ്ങളും ഭാഗികമായും ചില ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ശരിയാണ്. അവിടെ ഈ ലോകബാങ്കിൻ്റെ ധനസഹായ പദ്ധതിയുടെ ഭാഗമായിട്ട് മിഷൻ ഡയറക്ടറേറ്റിൽ ഈ മണ്ഡലം ഉൾപ്പെടാതെ പോയി എന്നുള്ളത് തീർച്ചയായിട്ടും ആ പ്രദേശത്തോട് ചെയ്ത വലിയൊരു അനീതി തന്നെയാണ് എന്നൊരു സംശയമില്ല. മനഃപൂർവ്വമായിരിക്കില്ല, എങ്കിലും അത്രയേറെ കടലാക്രമണം രൂക്ഷമാകുന്നതിൻ്റെ വലിയൊരു ആശങ്കയിൽ ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് MLA സ്ഥലം സന്ദർശിച്ച ശേഷം എന്നോട് നേരിട്ടും പറയുകയുണ്ടായി. ഇപ്പോൾ ഈ സബ്മിഷനിലും ചൂണ്ടിക്കാണിച്ചു. മഞ്ചേശ്വരം ഹാർബറിൻ്റെ നിർമ്മാണം മൂലം ഉണ്ടാകുന്ന കടലാക്രമണം ചെറുക്കുന്നതിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം അടിയന്തര പ്രാധാന്യത്തോടെ ഹാർബറിൻ്റെ തെക്ക് 4.80 കിലോമീറ്റർ ഭാഗത്ത് ഗ്രോയിൻസ് നിർമ്മിക്കുകയുണ്ടായി. എങ്കിലും പല ഭാഗങ്ങളിലും ഇപ്പോഴും കടലാക്രമണം തുടരുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ
ലഭ്യമായ ഫണ്ട് ഉപയോഗപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ ജിയോ ബാഗ് ഉപയോഗിച്ച് ജലവിഭവ വകുപ്പ് താൽക്കാലികമായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നു. എന്നാൽ രൂക്ഷമായ കടലാക്രമണത്തെ ചെറുക്കാൻ ഇവ പര്യാപ്തമായിരുന്നില്ല. കണ്ണുതീർത്ത മഞ്ചേശ്വരം ഹാർബർ മുതൽ അയല കടപ്പുറം വരെ പെരിങ്ങടി, ഷിര തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ട സ്ഥലങ്ങളായി ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാർ, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പഠനം നടത്തുവാനുള്ള പ്രപ്പോസലുകൾ ഇപ്പോൾ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ അടിയന്തര സാഹചര്യമുള്ളതിനാൽ ബംഗ്ല, കോയിപ്പടി, ഷിറിയ എന്നീ സ്ഥലങ്ങളിൽ ജിയോ ബാഗ് ഉപയോഗിച്ച് താൽക്കാലിക കടൽഭിത്തി നിർമ്മിക്കുന്നതിനും മറ്റ് സ്ഥലങ്ങളിൽ കരിങ്കല്ല് ഡംപിംഗ് മുഖേന കടൽഭിത്തി നിർമ്മിക്കുന്നതിനുമുള്ള പ്രപ്പോസലുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 9 നിർമ്മാണ പ്രപ്പോസലുകൾ ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാണിച്ച വിവിധ സ്ഥലങ്ങളുടെ രൂക്ഷമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അടിയന്തരമായി 9 പ്രപ്പോസലുകൾ ഉൾപ്പെടുത്തി പുതുക്കിയ പ്രവൃത്തിക്ക് ഡിപ്പാർട്ട്മെന്റ് രൂപം നൽകിയിട്ടുണ്ട്. സാർ, ഈ പ്രവൃത്തികൾ സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്കാണ് ഈ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത് പ്രത്യേകമായിട്ട് മുൻഗണന നൽകി അവിടുത്തെ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേകമായ ഒരു പരിഗണന നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമുക്ക് വകുപ്പ് തലത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് സൂചിപ്പിക്കട്ടെ. കേരള തീരത്തെ ശക്തമായ തീരശോഷണത്തെക്കുറിച്ച് പഠിച്ച് തീരസംരക്ഷണത്തിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിന് സെൻട്രൽ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിൽ ചെന്നൈ ആസ്ഥാനമായ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് NCCR എന്ന സ്ഥാപനവുമായി ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. ആയതിൻ പ്രകാരം കേരളത്തിലെ 9 ജില്ലകളിലെ കടൽ തീരങ്ങളെ ഉൾപ്പെടുത്തി NCCR തയ്യാറാക്കിയ ഷോർ ലൈൻ മാനേജ്മെന്റ് പ്ലാൻ SLMP-ന്റെ അന്തിമ റിപ്പോർട്ട് സർക്കാരിലേക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആയത് കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വെറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൈമാറിയിരിക്കുകയാണ്. ഇത് ലഭ്യമായതിനു ശേഷം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കടൽ തീരങ്ങൾക്ക് അനുയോജ്യമായ തീരസംരക്ഷണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകും എന്ന് അറിയിക്കുന്നു. കൂടാതെ മിഷൻ ഡയറക്ടറേറ്റ് മുഖേന രൂക്ഷമായ കടലാക്രമണം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ജലസേചന വകുപ്പ് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കേരളത്തിലുടനീളം സംരക്ഷണം ആവശ്യമായ തീരപ്രദേശങ്ങളുടെ പട്ടിക തയ്യാറാക്കി വരികയാണ്. ഈ പട്ടിക വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് പ്രസ്തുത വിഷയത്തിലെ ദേശീയ ഏജൻസികളിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഹൈലെവൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതിനും തുടർന്ന് ബാക്കി വരുന്ന നടപടികളിലേക്ക് കടക്കുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി 3 പദ്ധതികൾ വകുപ്പ് തലത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഈ പദ്ധതികൾക്കും ആവശ്യമായ ഫണ്ട് ജലസേചന വകുപ്പ് പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനും ലോകബാങ്കിന്റെ റീഇംബേഴ്സ്മെന്റ് ലഭ്യമാക്കുന്നതിനും ഉപകരിക്കുന്ന വിധത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ലോകബാങ്ക് ചട്ടങ്ങൾ പ്രകാരം പദ്ധതി നടപ്പിലാക്കുമ്പോൾ KCSMA കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി അംഗീകാരം നൽകേണ്ടതായിട്ടുണ്ട്. ആയതിനായി CRZ കോസ്റ്റൽ റെഗുലേഷൻ സോൺ സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി അംഗീകൃത ദേശീയ ഏജൻസിയായ NCSCM നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് ചെന്നൈക്ക് വർക്ക് ഓർഡർ നൽകിയിരിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള പ്രവൃത്തി പരമാവധി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ്. പദ്ധതി നിർവഹണത്തിന് ആവശ്യമായ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്താനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില കോടതി നടപടികൾ വന്നിരിക്കുന്നതിനാൽ പ്രവൃത്തിയുടെ പുരോഗതിക്ക് തടസ്സം നേരിട്ടിട്ടുണ്ട്. പ്രവൃത്തിയുടെ രൂപകൽപ്പനയ്ക്കായി ദേശീയ ഏജൻസികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിക്കുകയും CWPRS സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ പൂനെയെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രൂപകൽപ്പനയ്ക്ക് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. സർ, വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്ന നിലയിലാണ് ഞാൻ ഡീറ്റെയിലായിട്ട് മറുപടി. സർ, ഇത് മഞ്ചേശ്വരത്തിൻ്റെ മാത്രമല്ല. ഞാൻ രമ്യ ഹരിദാസ് MLA ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച പ്രകാരം ഇവിടെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ 5 തെങ്ങ് പഞ്ചായത്ത് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശങ്ങളുടെ വലിയൊരു പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, അതെ, ഇതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. അത് അരൂർ നിയോജക മണ്ഡലത്തിലെ പള്ളിത്തോട് മേഖലയിലൊക്കെ ഉണ്ട് ഈ പ്രശ്നം. ഡെപ്യൂട്ടി സ്പീക്കർ തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് ഇതൊരു തീരദേശത്തിന്റെ വലിയൊരു പ്രശ്നമായി ഞാൻ തലസ്ഥാന നഗരിയിൽ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോയി അവിടെ ആ പ്രദേശങ്ങൾ കണ്ടപ്പോൾ 4 നിര വീടുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 1 നിര വീടായി 3 നിര എടുത്തുപോയി. അവിടെ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർബന്ധമാകാണ്. അവിടെ ഒരു പഞ്ചായത്ത് ഇല്ലാതാകാനായിട്ട് പറയുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫ് MLA ചൂണ്ടിക്കാണിച്ചത്. അവിടെ ഒരു ചെറിയ ഗ്രാമപ്രദേശം തന്നെ കടലെടുത്ത് പോയിരിക്കുകയാണ്. തീരദേശം ഇതുപോലെ വലിയൊരു കടലാക്രമണ ഭീഷണിയിൽ നിന്ന് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ തീരദേശവുമായി ബന്ധപ്പെട്ട്
വലിയൊരു പദ്ധതി ഇപ്പോൾ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അവർ ധനകാര്യ വകുപ്പിന് വേണ്ടി അവർ ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കടലാക്രമണങ്ങളെ നേരിടുവാനും അതുപോലെ തന്നെ മിഷൻ സമുദ്ര വലിയൊരു പദ്ധതി അദ്ദേഹം പറയുന്നുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ കടലോരത്തെ സംരക്ഷിക്കാനുള്ള ഒരു അനുബന്ധ സ്കീം കൂടി യഥാർത്ഥത്തിൽ നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വേണ്ടതായ നടപടികൾ സ്വീകരിക്കും. മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി അങ്ങ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം കൂടെ അവിടെ സന്ദർശിക്കണം എന്നാവശ്യപ്പെട്ടു. നിയമസഭാ സമ്മേളനം പിരിഞ്ഞതിന് ശേഷം ആ പ്രദേശം സന്ദർശിക്കുന്നതാണ്. അങ്ങയോടൊപ്പം നേരിട്ട് അവിടുത്തെ ജനങ്ങളെ കാണുന്നതാണ്. അവരുടെ ആശങ്കകൾ പരിഹരിക്കുവാൻ ഗവൺമെൻറ് ആത്മാർത്ഥമായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്.